ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണും അടുത്തുള്ള ബെൽ ഐക്കണും അമർത്താൻ മറക്കരുത്. കേരളത്തിനകത്തും പുറത്തും പ്രഭാഷണ വേദിയുടെ ചരിത്ര വിസ്മയമായി മാറിയ പ്രഭാഷണ വേദിയെ പിടിച്ചിരുത്തുന്ന അതുല്യ ഭാഷകൻ തന്റെ ഗഹനമായ ശബ്ദ സൗകുമാര്യത്തിലൂടെ അനേകായിരം മൺമുട വർണ്ണ മഅ്മൂൻ ഹുദവി വണ്ടൂർ നമ്മുടെ പരിപാടിയിൽ സാരസമ്പൂർണമായി മുഖ്യ പ്രഭാഷണം നിർവഹിക്കുകയാണ്. അധ്യക്ഷർക്ക് വേണ്ടി ആദരപൂർവ്വം ബഹുമാനപ്പെട്ട ഉസ്താദ് മഅ്മൂൻ ഹുദവി അവരെ ക്ഷണിക്കും. السلام عليكم ورحمة الله وبركاته. الحمد لله وكفى الصلاة والسلام على نبيه المصطفى وعلى آله وصحبه أهل الصدق والوفاء. اللهم صل وسلم وزد وبارك على رسولك سيدنا محمد وآل محمد كما صليت وسلمت وزدت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ذلك ومن يعظم شعائر الله فإنها من تقوى القلوب. صدق الله العلي العظيم. അഹ്ലുബൈത്തിലെ അനുഗ്രഹീത താരകവും ഈ സംഗമത്തിന്റെ ഉദ്ഘാടകരുമായ പാണക്കാട് സയ്യിദ് അബ്ദുൽ ഖയ്യൂം ശിഹാബ് തങ്ങൾ അവർകളെ ഹൃദ്യവും ഹ്രസ്വവുമായ ഒരു ഭാഷണത്തിലൂടെ നമ്മുടെ മനസ്സു കവർന്ന പ്രിയങ്കരനായ സയ്യിദ് അഫ്ലഹ് തങ്ങൾ അവർകൾ മുസ്ലിം കേരളത്തിന്റെ പ്രബോധന ബോധയിലേക്ക് ഊർജ്ജസ്വലരായ അനേകം മനുഷ്യ യുവ പണ്ഡിതന്മാരെ സമ്മാനിച്ച പ്രശസ്തനും പ്രഗൽഭനുമായ മുദരിസ് തന്നെ തേടിയെത്തുന്ന പരശതം സാധുക്കളും സാധാരണക്കാരുമായ ആളുകൾക്ക് ശമനത്തിന്റെ, സാന്ത്വനത്തിന്റെ, സമാധാനത്തിന്റെ മാർഗം കാണിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കേവർക്കും ഏറെ സമാദരണീയരും സ്നേഹ സമ്പന്നരുമായ പ്രിയപ്പെട്ട ഉസ്മാൻ ബാഖവി ഖത്താനി ഉസ്താദ് അവർ ഈ മഹത്തായ വേദിയെ സാന്നിധ്യം കൊണ്ട് അലങ്കരിക്കുന്ന ഏറെ ആദരണീയരായ അയ്യൂബ് ബാഖവി ഉസ്താദ്, മുജീബുർ റഹ്മാൻ വഹബി ഉസ്താദ്, ബഹുമാന്യരായ ബഷീർ ഫൈസി ഉസ്താദ്, എൻ്റെ സഹോദരൻ സുഹൃത്ത് സഫ്വാൻ വഹബി ഉസ്താദ്,
ഈ മഹത്തായ വേദിയിലും സദസ്സിലും സന്നിഹിതരായ പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് മൻഷഈ പണ്ഡിതന്മാർ, വിദ്യാർത്ഥികൾ, വളരെ ക്ഷമയോടെ, താല്പര്യത്തോടെ, ആവേശത്തോടെ, ആത്മാർത്ഥതയോടെ ഈ മഹത്തായ ആത്മീയ മജ്‌ലിസിൽ പങ്കെടുത്ത് പുണ്യം നേടണമെന്ന അദമ്യമായ ആഗ്രഹത്തോടുകൂടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട മാതാപിതാക്കൾ, യുവതി യുവാക്കൾ, വിദ്യാർത്ഥിനികൾ, വളരെ മഹത്തായ ഒരു ദൗത്യമാണ് ഈ പ്രദേശത്ത് നമ്മുടെ മഹല്ല് കമ്മിറ്റി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട ശംസുദ്ദീൻ സാഹിബിന്റെയും ഇവിടെ സംസാരിച്ച ബഷീർ സാഹിബിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇത്തരം ആത്മീയമായ സംഗമങ്ങളെ പിന്തുണക്കുന്ന, പ്രചോദിപ്പിക്കുന്ന, സഹായ സഹകരണങ്ങൾ ചൊരിയുന്ന ആ സന്മനസ്സ് അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. എത്രയോ പതിറ്റാണ്ടുകളായി അനുസ്യൂതമായ ഒരു പ്രവാഹം പോലെ, അഭംഗുരമായ ഒരു ഒഴുക്കായി ബഹുമാനപ്പെട്ട അത്താനി ഉസ്താദിന്റെ മഹനീയ നേതൃത്വത്തിൽ മൻശഉൽ ഉലമ എന്ന നാമധേയത്തിൽ വൈജ്ഞാനികമായ ഈ പ്രസരണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു ആ ഇൽമിലും അമലിലും ഹിദ്മത്തുകളിലുമൊക്കെ ഖൈറും ബറകാത്തുകളും ചൊരിഞ്ഞു കൊടുക്കട്ടെ. നാമുഖമായി ദുആ ചെയ്യാൻ കൂടി ഈ സമയം ഞാൻ വിനിയോഗിക്കുകയാണ്. മഹാനായ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ആത്മീയ ചക്രവാളത്തിൽ ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാത്ത വിധം നമ്മുടെ എല്ലാം ഹൃദയങ്ങളിൽ പതിഞ്ഞു കിടക്കുന്ന മനോഹരമായ നാമം, നമ്മെ നാമാക്കിയ, നമ്മുടെ വഴികളെ പ്രകാശോജ്വലമാക്കിയ പൂർവസൂരികളായ ഈ വഴി വെളിച്ചങ്ങളെ ഓർക്കാതെ, അവരെ പറയാതെ, അവരെ കേൾക്കാതെ, അവരെ അനുസ്മരിക്കാതെ, അവരെ ആദരിക്കാതെ, അവരോട് നന്ദി ചൊല്ലാതെ അല്ലാഹുവിനോടുള്ള നമ്മുടെ കടമകൾ തീരില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ യശ്കുറുല്ലാഹ മൻ ലാ യശ്കുറുന്നാസ്. നിങ്ങളെ നിങ്ങളാക്കിയ മഹത്തുക്കളോട് നന്ദി പറയാതെ അല്ലാഹുവിനോടുള്ള നന്ദി പൂർണ്ണമാവില്ല. ശാകിരീങ്ങളായ അവന്റെ അടിമകളിൽ ഇടം നേടാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ മഹത്തുക്കളെ ഓർക്കുന്നത് അനിവാര്യമാണ്. അല്ലാഹു പറഞ്ഞു, നിങ്ങൾ എന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്താൽ ലഇൻ ശകർതും ലഅസീദന്നകും, നന്ദി ചെയ്യുന്തോറും നിഅമത്തുകൾ ഞാൻ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ ഈ നടക്കുന്ന ഖുതുബിയ്യത്തിന്റെ മജ്‌ലിസ് ഈ നാടിനും സമൂഹത്തിനും ഐശ്വര്യമാണ്, സമൃദ്ധിയാണ്, സമാധാനമാണ് പ്രദാനം ചെയ്യുന്നത്. മാത്രമല്ല, ഈ മഹല്ല് ജമാഅത്തിന്റെ പള്ളിയുടെ അങ്കണത്തിൽ ഇതുപോലെ മനോഹരമായ ഒരു മജ്‌ലിസിൽ പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടുകൂടെ, ഒലിക്കുന്ന കണ്ണുകളോടെ, നിറഞ്ഞ ഹൃദയത്തോടെ നാം ഒരുമിച്ച് കൂടുമ്പോൾ സ്വാഭാവികമായും ഈ മണ്ണിൽ അന്ത്യവിശ്രമം ചെയ്യുന്ന നമ്മുടെ മാതാപിതാക്കളെ ഓർത്തുപോകും, അവർക്ക് വേണ്ടി ദുആ ചെയ്യും. നമ്മുടെ പള്ളിക്കാടുകളിൽ മീസാൻ കല്ലുകൾക്ക് താഴെ, മൈലാഞ്ചി ചെടികൾക്ക് താഴെ വിശ്രമിക്കുന്ന നമ്മുടെ മാതാപിതാക്കളെ ഓർക്കും. അതും വലിയൊരു ബറക്കത്താണ്. വെള്ളാപ്പ് എന്ന് പറയുന്ന ഈ നാട്
നമ്മുടെ നാടാണ് എന്ന് വിശ്വസിക്കാനുള്ള കാരണം എന്താണ്? ഇവിടെ നമ്മുടെ വലിയ വീടുകൾ കാണുന്നുണ്ട്, നമ്മുടെ വാഹനം ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഭാര്യ മക്കൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഇതൊക്കെ ഏത് നിമിഷവും ഇവിടെ നിന്ന് എടുത്തു മാറ്റി കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. സയൻസിന്റെ ടെക്നോളജിയുടെ പുതിയ സാധ്യതകൾ ഉപയോഗിച്ച് നമ്മുടെ വീടിന്റെ ഒരു കല്ല് പോലും ഇളക്കാതെ തറയടക്കം മാന്തിയെടുത്ത് ലോകത്ത് നാം ആഗ്രഹിക്കുന്ന ഏത് പ്രദേശത്തും കൊണ്ടുപോയി പ്രതിഷ്ഠിക്കാൻ ഇന്ന് സംവിധാനങ്ങളുണ്ട്. വീട് പൊളിച്ചു കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, പൊളിക്കാതെ തന്നെ കൊണ്ടുപോകാൻ സൗകര്യമുള്ള കാലമാണ്. വീട് നമുക്ക് മാറ്റാം, വാഹനങ്ങൾ നമുക്ക് മാറ്റാം, കുടുംബത്തെ നമുക്ക് മാറ്റാം. അപ്പൊ ഭൂമിയുടെ മുകളിലുള്ള ഈ തെളിവുകളൊന്നുമല്ല ഈ നാട് നമ്മുടേതാണ് എന്നതിന്റെ തെളിവ്. ലോകം നോബേൽ സമ്മാനം കൊടുത്ത് അനുഗ്രഹിച്ച മാർക്വസ് എന്ന് പറയുന്ന മഹാനായ ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരൻ 100 years of solitude, ഏകാന്തതയുടെ 100 വർഷങ്ങൾ എഴുതിയപ്പോൾ അതിലൊരു മനോഹരമായ വാക്ക് പറയുന്നുണ്ട്. A person doesn't belong to a place until there is someone buried under the ground. ഒരു നാട് നമ്മുടെ നാടാകുന്നത് നമ്മുടെ ഉറ്റവരോ ഉടയവരോ ആയ, നമുക്കേറെ ബന്ധപ്പെട്ടവരായ, നമ്മുടെ ഉമ്മയോ നമ്മുടെ ഉപ്പയോ നമ്മുടെ ഉസ്താദോ നമ്മുടെ വേണ്ടപ്പെട്ടവരോ ഒരു മണ്ണിൽ കബറടക്കം ചെയ്യപ്പെടുമ്പോഴാണ്, അവരുടെ കബർ ആ മണ്ണിൽ ഉയരുമ്പോഴാണ് ആ മണ്ണ് യഥാർത്ഥത്തിൽ നമ്മുടെ മണ്ണാകുന്നത്. എത്ര വലിയൊരു വാക്കാണ്. നമ്മുടെ ഉമ്മ ഈ മണ്ണിൽ കബറടക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഉമ്മാന്റെ കബർ സ്ഥിതി ചെയ്യുന്നത് ഈ മണ്ണിലാണ്. നാളെ നമ്മൾ അമേരിക്കൻ പൗരത്വം എടുത്താലും, ഓസ്ട്രേലിയയിൽ പോയാലും, അന്റാർട്ടിക്കയിൽ ചെന്ന് വീട് വെച്ചാലും ഈ നാട് നമ്മുടെ നാടാണ്. കാരണം നമ്മുടെ ഉമ്മ കിടക്കുന്ന മണ്ണാണ്, വാപ്പ കിടക്കുന്ന മണ്ണാണ്, ഉസ്താദുമാര് കിടക്കുന്ന മണ്ണാണ്, ഉറ്റവരും ഉടയവരും കിടക്കുന്ന മണ്ണാണ്. അതുകൊണ്ട് അവരെയൊക്കെ ഓർക്കുന്ന, അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മനോഹരമായ ഒരു മജ്ലിസ് ഇത് ഈ നാടിന്റെ ഐശ്വര്യമായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇസ്ലാമിൽ മഹത്തുക്കളെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുമ്പോ സ്വാഭാവികമായും പുതിയ കാലത്ത് ഉയരുന്ന കുറെ സംശയങ്ങളുണ്ട്. എല്ലാ മനുഷ്യരും ഒരുപോലെയല്ലേ? അതൊരു വലിയ ചോദ്യമാണ്. എല്ലാ മനുഷ്യരും ഒരുപോലെയാണോ എന്ന ചോദ്യം, അതിന് രണ്ട് തരത്തിലും മറുപടി പറയാൻ പറ്റും. ആണെന്ന് പറയാം. എല്ലാ മനുഷ്യരും ഒരേ മാതാവിന്റെ ഒരേ പിതാവിന്റെ മക്കൾ, ബനു ആദം എന്ന അർത്ഥത്തിൽ എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്. മനുഷ്യന്റെ പ്രാഥമികമായ ആവശ്യങ്ങൾ, ഭക്ഷണം കഴിക്കണം, ഉറങ്ങണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എല്ലാ മനുഷ്യരും ഒരുപോലെയാണല്ലോ എന്ന് തോന്നിപ്പോകും. ഒരച്ഛനമ്മക്കു പിറന്ന മക്കൾ ഓർത്താലൊരൊറ്റ തറവാട്ടുകാർന്ന നാഥന്റെ മുറ്റത്തു വിളവിടുന്ന നന്മുന്തിരി കൊത്തു മനുഷ്യവർഗം. പക്ഷേ പരിശുദ്ധ ഖുർആൻ പറയുന്നു, പ്രാഥമികമായ ഈ കാര്യങ്ങൾ മാറ്റിവെച്ചാൽ ആത്മീയമായ, വൈജ്ഞാനികമായ, വിശ്വാസപരമായ കാര്യങ്ങൾ പരിഗണിച്ചു നോക്കിയാൽ എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല എന്ന് കാണാം. يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات. ഈമാനിന്റെ മികവ് കൊണ്ട്, അറിവിന്റെ വർധനവ് കൊണ്ട്, തഖ്വയുടെ തികവ് കൊണ്ട് ഒരു മനുഷ്യർ മറ്റു മനുഷ്യരെക്കാൾ ഉത്തമരാകാം. ഇൽമു കൊണ്ട്, നന്മ കൊണ്ട്, തഖ്വ കൊണ്ട് മനുഷ്യർ ചില മനുഷ്യരെക്കാൾ ഉന്നതരായി മാറുമെന്ന് ഖുർആൻ. പ്രവാചകന്മാർ
1,24,000 വരുന്ന അമ്പിയാക്കൾ, ആ അമ്പിയാ മുർസലീങ്ങൾ പോലും എല്ലാവരും ഒരേ ഗ്രേഡിലല്ല. മുർസലീങ്ങൾ പോലും ചിലരെക്കാൾ ഉന്നതരാണ്. മിൻഹും മൻ കല്ലമല്ലാഹ്, അല്ലാഹു ഡയറക്റ്റ് ആയിട്ട് സംസാരിച്ച മൂസ, എന്താ വലത്തെ കയ്യിലൊരു സാധനം, അത് ഞാൻ ഉപയോഗിക്കുന്ന പ്രത്യേകമായ ഒരു വടിയാണ്. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവോട് സംസാരിച്ചു. ഡയറക്റ്റ് ആയിട്ട് അല്ലാഹുവോട് സംസാരിച്ച ഒരാളും അതിന് ഭാഗ്യം കിട്ടാത്ത ഒരാളും ഒരുപോലെ അല്ലല്ലോ. എന്നിട്ട് പറഞ്ഞു വറഫഅ ബഅളഹും ദറജാത്, മുർസലീങ്ങളുടെ കൂട്ടത്തിൽ അഷ്റഫുൽ ഖൽഖായ ഒരാളുണ്ട്, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഉത്തമരായ ഒരാളുണ്ട്. ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത, മഹത്വത്തിന്റെ മാനദണ്ഡം ഭൗതികമല്ല. ലോകത്ത് പല കാലങ്ങളിൽ, പല രാജ്യങ്ങളിൽ, പല സംസ്കാരങ്ങളിൽ ചിലരൊക്കെ മഹത്വത്തിന്റെ മാനദണ്ഡമായി കണ്ടത് തൊലിയുടെ നിറമാണ്. നീ കറുത്ത ആളാണോ, നീഗ്രോ വംശജനാണോ, കറുത്ത വർഗക്കാരനാണോ, നിനക്ക് രക്ഷയില്ല. നീ എത്ര സൽസ്വഭാവിയാണെങ്കിലും, നീ എത്ര ഉന്നതമായ വിദ്യാഭ്യാസം നേടിയാലും, എന്തെല്ലാം നന്മകളിൽ നീ മുഴുകിയാലും വെള്ളക്കാരന്റെ അടുത്ത് നീ എത്തുകയില്ല. The worst white man is better than the best black man. ലോകത്തെ ഏറ്റവും സൽസ്വഭാവിയായ കറുത്ത വർഗക്കാരനേക്കാൾ എത്രയോ നല്ലവനാണ് ലോകത്തെ ഏറ്റവും ചമ്മാടിയായ വെള്ളക്കാരൻ. അവന്റെ മഹത്വം അവന്റെ തൊലി വെളുത്തിട്ടാണ്. ലോകത്ത് തമാശ പറഞ്ഞതല്ല, എത്രയോ നൂറ്റാണ്ടുകൾ പടിഞ്ഞാറൻ നാടുകളിൽ ആളുകൾ വിശ്വസിച്ചു പോന്ന, ആചരിച്ചു പോന്ന, നിർബന്ധപൂർവം നിലനിർത്തിപ്പോന്ന ഒരു കാര്യമാണ് തൊലിയുടെ വെളുപ്പ്. മനുഷ്യന്റെ മഹത്വത്തിന്റെ മാനദണ്ഡം. നമ്മുടെ രാജ്യത്തിന്റെ തന്നെ പഴയ ചരിത്രമൊക്കെ പരിശോധിച്ചാൽ അറിയാം, തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ളോർ, എത്തിയില്ലാത്തോർ തമ്മിലുണ്ണാത്തോരങ്ങനെ ഒട്ടല്ലഹോ ജാതി കോമരങ്ങളിൽ. ചില ആളുകൾ ഉന്നത കുലജാതരാണ്. അതുകൊണ്ട് അവർ പഠിച്ചിട്ടില്ലെങ്കിലും നന്മ ചെയ്തിട്ടില്ലെങ്കിലും അവർ ഉന്നതന്മാർ തന്നെയാണ്. ചില ആളുകളും നീചജാതിയിൽപ്പെട്ടവരാണ്. അവരെത്ര നന്മ ചെയ്താലും രക്ഷപ്പെടാൻ പോകുന്നില്ല. സാധിച്ചു രത്നഗർഭേ. പാടുപെട്ടിട്ടാണ് ഈ രാജ്യത്തിൽ നിന്ന് ജാതീയത എന്ന് പറയുന്ന ഈ ഉച്ചനീചങ്ങളെ നമ്മൾ ഉച്ചാടനം ചെയ്തത്. ഇസ്ലാം അന്നേ പറഞ്ഞു, എന്നും പറഞ്ഞു, ഇന്നും പറയുന്നു, തൊലിയുടെ വെളുപ്പല്ല, നീ ആണോ പെണ്ണോ എന്നുള്ളതല്ല, നീ ഏത് കുടുംബത്തിൽ, ഏത് ജാതിയിൽ, ഏത് രാജ്യത്ത് പിറന്നു, ഏത് ഭാഷ സംസാരിക്കുന്നു, ഏത് വേഷം ധരിക്കുന്നു, ഏത് ഭക്ഷണം കഴിക്കുന്നു, ഇതൊന്നുമല്ല നിന്റെ മഹത്വത്തിന്റെ മാനദണ്ഡം. മഹത്വത്തിന്റെ മാനദണ്ഡം ഒന്നാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. കഴിഞ്ഞ ഫുട്ബോൾ ലോകകപ്പ് ഖത്തറിൽ നടന്നപ്പോൾ അതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് ഭിന്നശേഷിക്കാരനായ സെലിബ്രിറ്റിയായ ഒരു ബാലൻ ലോകത്തോടായി ഓടിക്കൊടുത്ത പ്രഖ്യാപിച്ച വലിയ പ്രഖ്യാപനം,
ഖത്തർ ലോകകപ്പിന്റെ സമ്മാനം പോലെ ലോക സമൂഹത്തിന് കൊടുത്ത സമ്മാനം, ഉപഹാരം. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. മനുഷ്യ, നിന്റെ മഹത്വത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് തഖ്വയാണ്, സംശുദ്ധമായ ജീവിതമാണ്. നീ ജീവിതത്തിൽ ചെയ്യുന്ന നന്മകളാണ്, നീ സ്വായത്തമാക്കിയ അറിവുകളാണ്. എത്ര ഉത്കൃഷ്ടമാണ് ഈ സന്ദേശം. മഹാനായ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്തുകൊണ്ടാണ് ഇത്ര വലിയ ആത്മീയമായ ഐക്യത്തിലെത്തിയത്? ലോകം മുഴുവനും ആ മനോഹരമായ പേരിനെ ആദരിക്കും. ഹോളണ്ടുകാരനായ 2010 ലോകത്തോട് വിട പറഞ്ഞു പോയ മുഖ്താർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ സർവകലാശാലയിലെ ഗവേഷണത്തിന്റെ ഭാഗമായി മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ പഠിച്ചു. പാശ്ചാത്യ ലോകത്ത് നമ്മൾ കരുതുന്നത് പോലെയല്ല ചിലരൊക്കെ പ്രചരിപ്പിക്കുക. കേരളത്തിൽ കുറെ സാധു മനുഷ്യന്മാർ മാത്രമാണ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ കഥയും പറഞ്ഞിരിക്കുന്നത്. അവർ കഥയില്ലാത്തവരാണ്. പാശ്ചാത്യ ലോകത്തേക്ക് നോക്കണം. അവിടുത്തെ സർവകലാശാലകളിലെ ഗവേഷണ പ്രബന്ധങ്ങൾ നമ്മൾ വിലയിരുത്തണം. നമ്മൾ ശൈഖ് ജീലാനി, മുഹീദ്ദീൻ ശൈഖ്, അബ്ദുൽ ഖാദർ തങ്ങൾ റളിയല്ലാഹു അൻഹു എന്നൊക്കെ പറയുന്നത് പോലെ പാശ്ചാത്യ ലോകത്ത് അവർ അറിയപ്പെടുന്നത് ശൈഖ് ജീലാനി തങ്ങളാണ്. അവരെ കുറിച്ച് എത്രയെത്ര PhD പ്രബന്ധങ്ങൾ. ആ പ്രബന്ധങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനോട് വല്ലാത്തൊരു കൗതുകം തോന്നി. അവസാനം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ കിതാബുകൾ ബഹ്ജത്തുൽ അസ്റാർ, അൽ ഫത്ഹുർ റബ്ബാനി വൽ ഫൈദുർ റഹ്മാനി, അൽ ഫുയൂദാത്തുർ റബ്ബാനിയ, ഫുതൂഹുൽ ഗൈബ്, തഫ്സീറുൽ ജീലാനി. ശൈഖ് ജീലാനി തങ്ങളുടെ കിതാബുകൾ അതിമനോഹരമായ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് തർജുമ ചെയ്ത ശൈഖ് മുഖ്താർ 2010 14 കൊല്ലം മുൻപാണ് അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞു പോയത്. പാശ്ചാത്യ ലോകത്തിന് പ്രിയങ്കരനാണ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു. സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും ജനപ്രിയനായ പ്രസിഡന്റ്, രാഷ്ട്രപതി മർഹൂം ഡോക്ടർ APJ അബ്ദുൽ കലാം, അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. രത്തൻ ടാറ്റ മരിച്ചപ്പോൾ ആളുകൾ വാണുകളെന്നറിയാം. ഡോക്ടർ APJ അബ്ദുൽ കലാം മരിച്ചതുപോലെ ഇന്ത്യ ദുഃഖിച്ച ദിവസം എന്നാണ്. അതുപോലെ ആയിട്ടില്ല എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ ഞാൻ ഓർത്തത്, ഒരാളും മരിക്കുമ്പോ അയാളുടെ മഹത്വം ആളുകൾ പറയും, സ്വാഭാവികം. പക്ഷെ ഒരാൾ മരിക്കുമ്പോ വേറെ ഒരാളുടെ മരണത്തെ ഓർത്തുകൊണ്ട് വേറെ ഒരാളുടെ മഹത്വത്തെ ഇന്ത്യക്കാര് വാഴ്ത്തി പറയുന്ന ഒരേ ഒരു അനുഭവം അത് ഡോക്ടർ APJ അബ്ദുൽ കലാമിനുണ്ടായത്. അത്രയും ജനങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു രാഷ്ട്രപതിയാണ് അദ്ദേഹം. രാഷ്ട്രപതിയായിരിക്കുന്ന കാലത്ത് ഈ ജനുവരി 26 തലേരാത്രി, റിപ്പബ്ലിക് ദിനത്തിന്റെ തലേരാത്രി രാഷ്ട്രപതിമാർ രാജ്യത്തെ യുവാക്കളോട് ഒരു പ്രഭാഷണം ചെയ്യുന്ന പതിവുണ്ട്. അത് സ്വാതന്ത്ര്യത്തിന്റെ കാലം മുതലേ ഉള്ളതാണ്. ഇന്നും അത് തുടരുന്നുണ്ട്. അദ്ദേഹം ഒരു പ്രസംഗത്തിൽ അന്ന് പറഞ്ഞു, ഇന്ത്യയിലെ കോടാനുകോടി വരുന്ന യുവാക്കളെ, നിങ്ങൾ തൊഴിൽ തേടി വിദ്യാഭ്യാസം തേടി ലോകത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ അലയാൻ പോകുന്നത് ഞാൻ കാണുന്നു. ലോകം മുഴുവനും ഇന്ത്യക്കാരുടെ സാന്നിധ്യമുണ്ട്. വിദ്യാസമ്പന്നരായ നമ്മുടെ ചെറുപ്പക്കാർ, ആൺമക്കളും പെൺമക്കളും പറയാണ്, ഇന്ത്യക്കാരായ ചെറുപ്പക്കാരെ, നിങ്ങൾ ലോകത്തിന്റെ ഏത് രാജ്യത്ത് പോയാലും ഏത് കോണിലെത്തിയാലും നിങ്ങളെ അവിടുത്തെ ആളുകൾ മനോഹരമായിട്ട് സ്വീകരിക്കണോ? നിങ്ങൾക്ക് നല്ല ജോലി വേണോ? നിങ്ങളുടെ ഉള്ള ജോലികളിൽ പ്രമോഷൻ ലഭിക്കണോ? വലിയ വലിയ സ്റ്റാറ്റസ് ഉള്ളവരായി നിങ്ങൾ മാറണോ? നിങ്ങൾക്ക് ഞാൻ നല്ല ഒരു മാതൃക പറഞ്ഞു തരാം. ആരാണ് ആ മാതൃക? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബഗ്ദാദിൽ ജീവിച്ചിരുന്ന
18-ാം വയസ്സിലേക്ക് പ്രവേശിക്കുന്ന ടീനേജുകാരനായ അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ഒരു യുവാവിന്റെ ചരിത്രമാണ്. ആ യുവാവിന്റെ സത്യസന്ധത നിങ്ങൾ മുറുകെ പിടിക്കുക. ആരാണ് ഈ 18-കാരനായ അബ്ദുൽ ഖാദർ? നമ്മൾ അനുസ്മരിക്കുന്ന ശൈഖ് മുഹയ്യിദ്ദീൻ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അബ്ദുൽ കലാം ഇന്ത്യയിലെ കോടാനുകോടി വരുന്ന യുവതി യുവാക്കളോട് പറയുകയാണ്, നിങ്ങൾ രക്ഷപ്പെട്ടയാണോ? ലോകത്തിന്റെ മുന്നിൽ നിങ്ങൾക്ക് തല ഉയർത്തി നിൽക്കണോ? അഭിമാനത്തോടെ നിങ്ങൾ എവിടെയും ആദരിക്കപ്പെടണമോ? അബ്ദുൽ ഖാദറിനെ പോലെ സത്യസന്ധരായി മാറണം. കളവ് പറയല്ല എന്നും ചൊന്നാരേ, കള്ളന്റെ കയ്യിലും പൊന്ന് കൊടുത്തോവാർ. എന്റെ അനുജ സഹോദരൻ ഷാദി മനുഷ്യ ഈ പണ്ഡിതനായിട്ടുള്ള യുവ സഹോദരൻ വളരെ പ്രൗഢമായിട്ടുള്ള തന്റെ പ്രഭാഷണത്തിൽ ആ കാര്യങ്ങളോട് സൂചിപ്പിക്കുകയുണ്ടായി. അല്ലാഹു വളർന്നു വരുന്ന നമ്മുടെ മക്കളെയൊക്കെ ദീനിനും സുന്നത്ത് ജമാഅത്തിനും സമൂഹത്തിനും രാജ്യത്തിനും ഉപകാരമുള്ള അഭിമാനികളായ പണ്ഡിതന്മാരാക്കി തരട്ടെ. എന്റെ സഹോദരങ്ങളെ ചിന്തിക്കണം. കേരളത്തിൽ നിങ്ങൾ ഈ പള്ളിയുടെ പേരെന്താ? മുഹീദ്ദീൻ പള്ളി. ഇതൊരു അപൂർവമായ പേരാണോ? കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒരു കേരള യാത്ര നമ്മൾ നടത്തി നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാവും. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പള്ളികൾക്ക് നൽകപ്പെട്ട പേര് മുഹീദ്ദീൻ എന്ന് പറയുന്ന പേരാണ്. വെറുതെ ഒരു പേരിട്ടതല്ല. ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവറുകളോടുള്ള സ്നേഹ ബഹുമാനത്തിൽ നിന്നുദിക്കുന്ന ഒരു ആചാരമാണ്. എത്ര പള്ളി മലബാറിൽ മാത്രമല്ല, വർഷങ്ങളായിട്ട് തെക്കൻ കേരളത്തിൽ സേവനം ചെയ്യുന്ന ഒരാളാണ് ഈ വിനീതൻ. എനിക്കറിയാം, തിരുവനന്തപുരം മുതൽ നോക്കിയാൽ തെക്കൻ ജില്ലകളിൽ ഓൾമോസ്റ്റ് എല്ലാ പള്ളികൾക്കും പേര് മുഹീദ്ദീൻ പള്ളി എന്നാണ്. പഴയ പള്ളികൾ വലിയ വലിയ 1000 വീട്, 2000 വീട്, 5000 വീടൊക്കെയുള്ള വലിയ വലിയ ജമാഅത്തുകൾ തെക്കൻ കേരളത്തിലുണ്ട്. പള്ളിന്റെ പേര് മുഹീദ്ദീൻ പള്ളി. ശൈഖ് അവറുകളോടുള്ള സ്നേഹമാണ്. മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്തെഴുത്തച്ഛൻ തിരൂരിലെ തുഞ്ചൻ പറമ്പിൽ കാഞ്ഞിര ചുവട്ടിലിരുന്നു കൊണ്ട് മലയാള ഭാഷയിലെ അധ്യാത്മ രാമായണം കിളിപ്പാട്ടി എഴുതുന്ന അതേ കാലത്ത് ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ട് നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെ പോലെ. രാമന്റെ സീതയുടെ കല്യാണത്തിന്റെ കഥ, സീതാ സ്വയംവരത്തിന്റെ കഥ എഴുത്തച്ഛന് തുഞ്ചൻ പറമ്പിലെ കാഞ്ഞിര മരത്തിന്റെ ചുവട്ടിൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോ ഇവിടെ കോഴിക്കോട് ഖാദിയാരുടെ ഭവനത്തിലിരുന്ന് മഹാനായ ഖാദി മുഹമ്മദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ എഴുതുകയായിരുന്നു. മുഹയ്യിദ്ദീൻ മാല എന്ന് പറയുന്ന കേരളത്തിന്റെ ഭാഷാ ചരിത്രത്തിലെ അദ്വിതീയമായിട്ടുള്ള ആ മഹത്തായ കിതാബ് കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ എന്തുകൊണ്ടാണ് ഇത്ര വലിയ സ്നേഹം? ഖുർആൻ പറഞ്ഞു, ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി സയജഅലു ലഹുമുർ റഹ്മാനു ബുദ്ദാ. ആര് തന്റെ ജീവിതം അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ചുവോ, ശരിയായ ഈമാനോടുകൂടെ നടന്നുവോ, ശരിയായ ആദർശം ഉയർത്തിപ്പിടിച്ചുവോ, സ്വാലിഹായ അമലുകൾ മാത്രം ചെയ്തുവോ, തഖ്വയുടെ പൂർണ്ണതയോടെ ജീവിച്ചുവോ, സയജഅലു ലഹുമുർ റഹ്മാനു ബുദ്ദാ. ലോകത്തിന്റെ മുഴുവൻ സ്നേഹം അവർക്ക് ലഭിക്കുന്നതാണ്. ജാതിയില്ല, മതമില്ല,
ഭാഷയില്ല. ഏത് നാട്ടുകാരും ഏത് രാജ്യക്കാരും ഏത് മതക്കാർക്കും ശൈഖ് മുഈനുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവിടുന്ന് പ്രിയങ്കരനാവുന്നത് തഖ്വയിൽ അധിഷ്ഠിതമായ ആ ജീവിതത്തിന് ലോകം കൊടുത്ത അംഗീകാരമാണ്. അല്ലാഹു നൽകുന്ന അംഗീകാരമാണ്. തഖ്വയാണ് മഹത്വത്തിന്റെ മാനദണ്ഡം. നമ്മൾ അവരിൽ നിന്ന് പഠിക്കേണ്ട ഒന്നാമത്തെ പാഠവും തഖ്വയാണ്. ഒരുപാട് അറിവുകളുള്ള കാലമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നിട്ടുള്ള കാലമാണ്. അറിവിനൊരു വന്നുമില്ല. പക്ഷേ അറിവിനനുസരിച്ച് തഖ്വയോടുകൂടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്താണ് ആളുകളെന്ന് പരാജയപ്പെട്ടു പോകുന്നത്. വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാനെന്നു നടിക്കുന്നിതു ചിലർ. കുങ്കുമത്തിന്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കുന്ന പോൽ ഗർഭം. മലയാളം എത്ര വലിയ ആശയങ്ങൾ ലോകത്തിന് സമ്മാനിച്ച ഭാഷയാണെന്നറിയുമോ? ഖുർആനിൽ പറഞ്ഞ അതേ കാര്യമാണ് സൂറത്തുൽ ജുമുഅയിൽ. യഹൂദന്മാരെ കുറിച്ച് പറഞ്ഞ വാചകമാണ്. അവർക്ക് തൗറാത്ത് പഠിക്കാൻ അല്ലാഹു അവസരം കൊടുത്തു. തൗറാത്ത് മുഴുവനായിട്ട് അവർ പാരായണം ചെയ്തു. തൗറാത്ത് കുത്തിയിരുന്നു കൊണ്ട് അവരൊക്കെ മനപാഠമാക്കി. പക്ഷേ അത് മനപാഠമാക്കി എന്നല്ലാതെ എന്താണ് ആ തൗറാത്തിനകത്ത് പറയുന്നത്, എങ്ങനെ ജീവിക്കാനാണ് കൽപ്പിച്ചിട്ടുള്ളത്, അതിൽ പ്രവാചകനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ, മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷങ്ങൾ, അവിടത്തോടുള്ള ബാധ്യതകൾ, കടപ്പാടുകൾ യൂതന്മാര് മറന്നുപോയി. അല്ലാഹു തആല പറഞ്ഞു കമസലിൽ ഹിമാർ. അവർക്ക് നമ്മൾ തൗറാത്ത് കൊടുത്തു. അവരത് നോക്കിയിരുന്ന് പാരായണം ചെയ്തു. അത് മുഴുവനായും മനപാഠമാക്കി. പക്ഷേ അതിനകത്തുള്ള ആശയങ്ങൾ അനുസരിച്ച് സംശുദ്ധമായ ജീവിതം നയിച്ചില്ല. അതുകൊണ്ട് കമസലിൽ ഹിമാർ, കഴുതകളെ പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ രൂക്ഷമായ ശൈലിയിൽ അവരെ വിമർശിച്ചു. നമ്മൾ ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. ഖുർആൻ നമ്മൾ ഓതുന്നവരാണ്. ഖുർആൻ നമ്മൾ മനഃപ്പാഠമാക്കുന്നവരാണ്. ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഖുർആൻ അനുസരിച്ച് ജീവിച്ചതാണ്, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചതാണ് ശൈഖ് മുഈനുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു വലിയ മഹത്വം. രണ്ടാമത് മഹാന്മാരിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് സമയത്തിന്റെ വിലയാണ്. നമ്മുടെ മദ്ഹബിന്റെ ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹുവിനോട് അവിടുത്തെ ശിഷ്യന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അങ്ങേക്ക് ഔലിയാക്കളോട് വലിയ സ്നേഹമാണ്, സൂഫി വര്യന്മാരോട് വലിയ താല്പര്യമാണ്. അവരുടെ മജ്‌ലിസുകളിൽ പങ്കെടുക്കാൻ, അവരോട് ആദരവ് പ്രകടിപ്പിക്കാൻ, അവരോട് ദുആ വസിയത്ത് ചെയ്യാൻ, അവരുടെ നസീഹത്തുകൾ സ്വീകരിക്കാൻ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വളരെ പരസ്യമായിട്ട് പ്രഖ്യാപിച്ച ആളാണ്. ഉഹിബ്ബുസ് സ്വാലിഹീന വലസ്തു മിൻഹും. ഞാൻ സാലിഹീങ്ങളിൽപ്പെട്ട ആളൊന്നും അല്ലെങ്കിലും ഇത് യഥാർത്ഥ സാലിഹിന്റെ വാക്കാണ്. യഥാർത്ഥ സാലിഹീങ്ങൾ അങ്ങനെ പറയുന്നു, ഞാൻ സാലിഹായ ഒരു മനുഷ്യനല്ലെങ്കിലും എന്ന് വിനയത്തോടെ തുടങ്ങിയിട്ട് മഹാൻ പ്രഖ്യാപിക്കുകയാണ്. സ്വാലിഹീങ്ങൾ എന്നാൽ എനിക്ക് ജീവനാണ്, അവരോട് എനിക്ക് വല്ലാത്ത സ്നേഹമാണ്. നാളെ പരലോകത്ത് അവരുടെ ശഫാഅത്ത് കൊണ്ട് ഞാൻ രക്ഷപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കാണ്. അത് കേട്ടപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, എത്രയോ ഔലിയാക്കളുടെ വർത്തമാനം താങ്കൾ കേട്ടതാണ്. അവരുടെ വർത്തമാനങ്ങളിൽ, സൂഫി വചനങ്ങളിൽ അങ്ങേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കേതാണ്? അവിടെ നിന്ന് പറഞ്ഞു, സമയത്തെ കുറിച്ച് അവർ പറയുന്ന ഒരു വാക്കുണ്ട്, അൽ വഖ്തു സൈഫുൻ. സമയം എന്ന് പറയുന്നത് ഒരു വാളാണ്. ഇല്ലം തഖ്തഅഹു യഖ്തഅക. നീ അതിനെ മുറിച്ചിട്ടില്ലെങ്കിൽ നിന്നെ അത് മുറിച്ചു കളയും. അതായത് സമയമാണ് ജീവിതത്തിലെ ഏറ്റവും അമൂല്യമായ കാര്യം. പണത്തേക്കാൾ, പദവിയേക്കാൾ, അധികാരങ്ങളെക്കാൾ, സ്ഥാനമാനങ്ങളെക്കാൾ ലോകത്തൊരു മനുഷ്യനെ ഏറ്റവും വില കൊടുക്കേണ്ടത് സമയത്തിനാണ്.
മഹാന്മാര് വിജയിച്ചതും സമയത്തിന്റെ വില അറിഞ്ഞതുകൊണ്ടാണ്. നമ്മൾ സമയത്തിന്റെ വില മനസ്സിലാക്കിയിട്ടുണ്ടോ? പണത്തേക്കാൾ മൂല്യം നമ്മൾ സമയത്തിന് കൊടുക്കാറുണ്ടോ? ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. കൊണ്ട് സുബഹി നിസ്കരിച്ചു എന്നുള്ളതാണ്. ഇശാഇന്റെ ഉളൂവ് കൊണ്ട് സുബഹി നിസ്കരിക്കാന്ന് പറയുമ്പോ ഇവിടെ ഇരിക്കുന്ന എന്റെ ചില ഉമ്മമാര് പറയും, ഇതൊക്കെയാണ് എത്ര വലിയ അത്ഭുതം. ഞങ്ങളൊക്കെ ആയുഷ്കാലം മുഴുവൻ ളുഹറിന്റെ ഉളൂവ് കൊണ്ട് അസർ നിസ്കരിക്കുന്ന മഹദികളാണ്. നമ്മുടെ ഉമ്മമാര് ചിലപ്പോ അങ്ങനെ ഉണ്ടാവും. ളുഹറിന്റെ ഉളൂവ് കൊണ്ട് അസർ നിസ്കരിക്കുന്ന മഹദി. എന്താ കാര്യം? രാവിലെ തുടങ്ങുന്ന വീട്ടുപണി. ഈ വീട്ടുപണി പറഞ്ഞാൽ നോക്കിയാൽ കാണൂല, അതിനാണെങ്കിൽ ശമ്പളമില്ല, പക്ഷെ അത് തീരാത്തൊരു പണിയാണ്. ഹറമിലെ പണിമാർക്കാണ്. ബഹുമാനപ്പെട്ട റഹ്താനി ഉസ്താദ് ഓരോ വർഷവും നൂറുകണക്കിന് ആളുകളെ ഹജ്ജിന് ഉംറക്ക് കൊണ്ടുപോകുന്ന വലിയ സേവനം പതിറ്റാണ്ടുകളായി തുടരുന്ന ഒരു വലിയ മനസ്സിന്റെ ഉടമയാണ്. അല്ലാഹു ആ ഖിദ്മകളിലൊക്കെ ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ. അതിന്റെയൊക്കെ ഒരു നേട്ടമാണ് ഇങ്ങനെയുള്ള വലിയ ദർസുകൾ. കേരളത്തിലെ ഏത് മഹലിൽ പോയാലും അവിടെയുള്ള അവസ്ഥകളൊന്നും പരിഗണിക്കാതെ തന്നെ ആ ദർസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് ഇങ്ങനെയുള്ള ഖിദ്മത്തുകൾ കൂടെ ഉള്ളായതുകൊണ്ടാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഹറമിലെ പണിമാർക്കാണ് നമ്മുടെ ഉമ്മമാരുടെ പണി. അത് ഖിയാമത്ത് നാൾ വരെ തീരൂല. അപ്പൊ ഈ തീരാത്ത പണി കാരണം ളുഹറിന്റെ വാങ്ങ് കൊടുക്കുന്നു, ആണുങ്ങളും ളുഹറിൽ ജമാഅത്ത് കഴിഞ്ഞ് വരുന്നു, ഭക്ഷണം കഴിക്കുന്നു. അപ്പോഴൊന്നും പെണ്ണുങ്ങളെ പണി തീരൂല. അവരുടെ പണി തീരുന്നത് അപ്പോഴാണ് അസർ വാങ്ങ് കൊടുക്കുന്നതിന്റെ അരമണിക്കൂർ മുമ്പ്. പിന്നെ പെട്ടെന്നൊരു ഗുളിയാണ്. ആ ഗുളി കഴിഞ്ഞിട്ട് ഒന്നും എടുത്തു വന്ന് ളുഹർ നിസ്കരിക്കുമ്പോഴേക്കും അസറിന്റെ വാങ്ങായി അസർ നിസ്കരിച്ചു. അപ്പൊ ഞാൻ ഇവിടെ നിന്നിട്ട് മൊയ്തീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ വലിയ മഹത്വം 40 കൊല്ലം ഇശാഇന്റെ ഉളൂവ് കൊണ്ട് സുബഹി നിസ്കരിച്ചു എന്ന് പറയുമ്പോ ഉമ്മമാര് പറയും, ഇതാണോ ഉസ്താദ് ഇത്ര വലിയ അത്ഭുതം? അതൊക്കെ ഞങ്ങൾ ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള അത്ഭുതമല്ല. ഇശാഇന്റെ ഉളൂവ് എന്ന് പറഞ്ഞാൽ സുബഹി വരെ വേറെ ഏതെങ്കിലും ജോലിയല്ല. ഇശാ അതിന്റെ അവ്വല് വഖ്തിൽ തന്നെ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന ആ ഇശാഇനെടുത്ത ഉളൂവ് കൊണ്ട് മുറിയാതെ ഇബാദത്ത് ചെയ്തുകൊണ്ട് രാവിലെ പകലാക്കുന്ന, രാത്രികളെ ഹയാത്താക്കുന്ന ജീവിതമാണ് അത്. ഏതെങ്കിലും ഒരു 27-ാം രാവിന് മാത്രമല്ല. ചിലപ്പോ റമളാനിലെ 27 റമളാനിലെ ഒടുവിലത്തെ 10 ഇതൊക്കെ നമ്മൾ ഉറക്കം വയ്ക്കുന്നുണ്ടാവും. അത് പകല് മുഴുവൻ ഉറങ്ങും ചെയ്യും. അത് വേറെ കാര്യം. ഏതെങ്കിലും ഒരു ദിവസം രാത്രി ഉറക്കം വെച്ചാൽ പിറ്റേ ദിവസം ഫുള്ള് ഉറക്കായിട്ടത് വേറെ സീനാണ്. അങ്ങനെയല്ല. 40 കൊല്ലം ഉറങ്ങാതെ ഇബാദത്ത് ചെയ്തു. ഇശാഇന്റെ ഉളൂവ് കൊണ്ട് സുബഹി നിസ്കരിച്ച മഹാന്മാരെ എണ്ണുമ്പോൾ അവാരിഫുൽ മആരിഫിൽ അല്ലാമ ശിഹാബുദ്ദീൻ സുഹ്റവർദി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ജിലാനി തങ്ങളുടെ പേര് അതിൽ ഉൾപ്പെടുത്തിയത് കാണാം. അത്ഭുതമല്ലേ ഇതൊക്കെ? എന്നാൽ ഈ മനുഷ്യന്റെ പകലോ രാവിലെ തുടങ്ങുന്ന ദർസുകളാണ്. 1-2 കിതാബ് ബറക്കത്തിന് വേണ്ടി ഓതിക്കൊടുക്കല്ല. ഓരോ ദിവസവും 13ഓളം കിതാബുകൾ, വ്യത്യസ്ത വിഷയങ്ങളിലുള്ള 13ഓളം കിതാബുകളാണ് ഓരോ ദിവസവും ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ദർസ് നടത്തിയത്. അതിന്റെ കൂടെ തന്നെ കിതാബുകൾ രചിക്കും. ജീലാനി തങ്ങൾ ഖുർആൻ മുഴുവനും തഫ്സീർ ചെയ്ത ആളാണ്. തഫ്സീറുൽ ജീലാനി, ബഹജത്തുൽ അസ്റാർ, അൽ ബുനിയാൻ ലിതാലിബി ത്വരീഖിൽ ഹഖ്, അൽ ഫത്ഹുർ റബ്ബാനി വൽ ഫൈദ് സുബ്ഹാനി, അൽ ഫുയൂദാത്ത് റബ്ബാനിയ. ഇങ്ങനെ എത്ര കിതാബുകൾ, എണ്ണിയാൽ ഒതുങ്ങാത്ത കിതാബ് അതിന്റെ അടിയിൽ മഹാനവറുകൾ രചിക്കുകയുണ്ടായി. അതിനോടൊപ്പം പ്രഭാഷണം, ഞായറാഴ്ച, ചൊവ്വാഴ്ച, വെള്ളിയാഴ്ച, ആഴ്ചയിൽ 3 ദിവസമാണ് ശൈഖ് ജീലാനി തങ്ങൾ വഅദ് പറഞ്ഞു. ആദ്യ വഅദ് സംഘടിപ്പിച്ചപ്പോ 2 ആളാണ് വന്നത്. ഒന്നാണെങ്കിൽ നമുക്ക് പറയാം, ഒന്ന് മൈക്കിന്റെ ആളും ഒന്ന് ക്യാമറന്റെ ആളും. ഒന്ന് മൈക്കില്ല, ക്യാമറയില്ല. 2 ആളാണ് തുടക്കത്തിൽ വന്നത്. പക്ഷെ ആ പ്രഭാഷണത്തിൽ ഓരോ വാക്കും നേരത്തെ ഇവിടെ നമ്മുടെ സഹോദരൻ പറഞ്ഞതുപോലെ നാവിൽ നിന്ന് കാതിലൂടെ പോകുന്ന വാക്കല്ല. മിനൽ ഖൽബി ഇലൽ ഖൽബ്, മിനസ് സിർരി ഇലസ് സിർർ, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഒഴുകുന്ന ആത്മീയതയുടെ തേനുകളാണ്, മധുരങ്ങളാണ്.
അതുകൊണ്ട് രണ്ടുള്ളത് 20ആയി, 200ആയി, 2000ആയി, 2 ലക്ഷമായി, 5 ലക്ഷത്തോളം ആളുകൾ ഓരോ സദസ്സിലും വന്നു ചേരുന്ന വലിയ അത്ഭുതമായി ആ പ്രഭാഷണ സദസ്സുകൾ പിന്നീട് മാറുകയാണ്. 5000-ത്തിലധികം ജൂതന്മാർ ആ വഅദ് കേട്ടിട്ട് മുസ്ലിമായിട്ടുണ്ട്. ലക്ഷക്കണക്കിന് പാപികളായ മുസ്ലിമീങ്ങൾ അവരുടെ പാപങ്ങൾ വിട്ടൊഴിഞ്ഞുകൊണ്ട് ഹഖീഖത്തിന്റെ ത്വരീഖത്തിന്റെ ശരീഅത്തിന്റെ ആഴങ്ങളിലൂടെ സഞ്ചരിക്കുന്ന വലിയ മഹാന്മാരായി മാറിയിട്ടുണ്ട്. ഫുതൂഹുൽ ഗൈബ് എന്ന് പറയുന്ന കിതാബ് ബഹുമാനപ്പെട്ടവരുടെ പ്രഭാഷണങ്ങളിലെ 78 പ്രഭാഷണങ്ങളുടെ സമാഹാരമാണ്. അപ്പൊ ഒരു ഭാഗത്ത് ദർസ്, ഒരു ഭാഗത്ത് കിതാബ് എഴുത്ത്, ഒരു ഭാഗത്ത് പ്രഭാഷണം. അതേ മനുഷ്യൻ തന്നെ ശാഫിഈ മദ്ഹബിലും ഹംബലി മദ്ഹബിലും തുടർച്ചയായി ഫത്വകൾ കൊടുക്കുമായിരുന്നു. ആവശ്യമായി വന്നാൽ ഹനഫി മദ്ഹബിലും ഫത്വ കൊടുത്തു. 3 മദ്ഹബുകളിലും ഫത്വ കൊടുക്കാൻ കഴിവുണ്ടായിരുന്ന ആളാണ് ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ഇങ്ങനെ സമയത്ത് ഉപയോഗപ്പെടുത്തിയ ഒരാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിനൊക്കെ കൂടെ ആ നാട്ടിലെ ഏറ്റവും വലിയ പറക്കുന്ന ബിസിനസ്സുകാരനാണ്. നിങ്ങൾ വിചാരിക്കും പെണ്ണും പെരിച്ചായൊന്നുമില്ലാത്ത ആളാണ്, കുടുംബ ജീവിതത്തോട് ബന്ധമില്ലാത്ത ആളാണ്. 4ഓളം ഭാര്യമാർ, ആ 4 ഭാര്യമാരിൽ നിന്ന് 49 സന്താനങ്ങൾ. ഒരു കാര്യത്തിലും അപ്പൊ ആ മനുഷ്യൻ സമയത്തെ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തിയത്? ഖുർആൻ പറഞ്ഞതാണ് ആ വഴി. ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. അല്ലാഹുവിന്റെ റിള മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഒരു സമയം പോലും വിശ്രമമില്ലാതെ അല്ലാഹുവിനോടുള്ള ഹഖ് തീരുമ്പോ കുടുംബത്തോടുള്ള ഹഖ്, കുടുംബത്തോടുള്ള ഹഖ് തീരുമ്പോ സമുദായത്തോടുള്ള ഹഖ്. 24 മണിക്കൂറും അള്ളാഹുവിന് വേണ്ടി ജീവിച്ചു. സമയം നല്ലതുപോലെ ഉപയോഗപ്പെടുത്തി. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. യെസ്റ്റർഡേ ഈസ് ദ പാസ്റ്റ്. ഇന്നലെ എന്ന് പറയുന്നത് കഴിഞ്ഞുപോയി. ഇനി ആലോചിച്ചിട്ട് കാര്യമില്ല. ടുമാറോ ഈസ് ദ ഫ്യൂച്ചർ. നാളെ എന്ന് പറയുന്നത് ഒരു ഭാവിയാണ്, വരാൻ പോകുന്ന കാലമാണ്. കാലം വരും, പക്ഷെ നമ്മൾ ഉണ്ടാകുമെന്ന് അള്ളാഹു അലം. പക്ഷെ ഒരു കാര്യം, but today is a gift. ഇന്ന് എന്ന് പറയുന്ന ഈ ദിവസം, ഈ നിമിഷം എന്ന് പറയുന്ന സമയം, അതൊരു സമ്മാനമാണ്. That is why it is called a present. അല്ലാത്തൊരു വാക്കാണ്. ബെൽകിയാനെ എന്ന് പറയുന്ന ഒരു ചിന്തകൻ പറഞ്ഞ വാക്കാണ്. എന്താ പറഞ്ഞത്? നാം ജീവിക്കുന്ന ദിവസം ഒരു സമ്മാനമാണ്. അതുകൊണ്ടാണ് വർത്തമാന കാലത്തിന് പ്രസന്റ് ടൈം, പ്രസന്റേഷൻ എന്ന് പറഞ്ഞ സമ്മാനം. ഓരോ സമയവും അള്ളാഹു നമുക്ക് നൽകുന്ന പ്രസന്റേഷനാണ്. അത് ഉപയോഗപ്പെടുത്തണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മഹാന്മാരുടെ 3ാമത്തെ അടയാളം തഖ്വ നമ്മൾ പറഞ്ഞു. സമയത്തെ ഉപയോഗപ്പെടുത്തുന്ന കാര്യം പറഞ്ഞു. 3ാമത്തെ കാര്യം കൂടി നമ്മൾ പറയണം. ഏതാണത്? ഇസ്ലാമിലെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും മാത്രമല്ല മൂല്യങ്ങളെ കൂടി ജീവിതത്തിൽ പ്രകാശിപ്പിച്ചവരാണ് മഹാന്മാർ. ഈമാനും അമലും നമുക്കൊക്കെ ഉണ്ടാവും കുറഞ്ഞ അളവിലാണെങ്കിലും. പക്ഷേ സമയം അവസാനിക്കുകയാണ്. നമുക്കിവിടെ വളരെ വിലപ്പെട്ട കുതുബിയത്തിന്റെ സദസ്സ്, പ്രാർത്ഥനാ സദസ്സ് വരാനുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയ സമയം കൊണ്ട് അവസാനിപ്പിക്കാം. ഇസ്ലാമിന്റെ മൂല്യങ്ങൾ എന്ന് പറയുമ്പോൾ ജീവകാരുണ്യം, സ്നേഹം, വിശ്വാസവും അമലുകളും നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ മറ്റുള്ള ആളുകൾക്ക് അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതേസമയം മതത്തിന്റെ മൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്, കാരുണ്യമാണ്, വിനയമാണ്, താഴ്മയാണ്. എല്ലാ മനുഷ്യരോടും, എല്ലാ മൃഗങ്ങളോടും, എല്ലാ പക്ഷികളോടും, പ്രകൃതിയിലെ എല്ലാ ചരാചരങ്ങളോടുമുള്ള കരുതലാണ്, കാവലാണ്, കാരുണ്യമാണ്. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാം മുഴുവനും കലക്കി കുടിച്ച പണ്ഡിതൻ അവിടെ നിന്ന് പറഞ്ഞൊരു വർത്തമാനം നമ്മൾ മറക്കാതെ കേൾക്കണം. എന്താ പറഞ്ഞത്? ഞാൻ ഇസ്ലാമിലുള്ള ഓരോ അമലിന്റെയും പ്രതിഫലങ്ങളെ കുറിച്ച് പഠിച്ചു. സാധുക്കൾക്ക് അന്നം കൊടുക്കുന്നത് പോലെ പുണ്യമുള്ള മറ്റൊരു അമല് ഞാൻ കണ്ടില്ല.
പഠിക്കേണ്ട വലിയ പാഠമാണ്. ഇസ്ലാമിലെ എല്ലാ അമലും ഞാൻ പഠിച്ചു. വെറുതെ തള്ളല്ല പറയുന്നത്. മൊഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ആണ്. ഇസ്ലാമിലെ എല്ലാ അമലും പഠിച്ചു. പാവങ്ങൾക്ക് അന്നം കൊടുക്കുന്നത് പോലെ പുണ്യമുള്ള വേറെ ഒരു അമലും എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല. അൽ അതബത്തുൽ ഖാദിരിയത്തുൽ മുഖദ്ദസ. മൊഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ബഗ്ദാദിൽ അന്ത്യവിശ്രമം ചെയ്യുന്ന, അവിടുത്തെ മഖ്ബറ സ്ഥിതി ചെയ്യുന്ന ആ കോമ്പൗണ്ട് അറിയപ്പെടുന്നത് ഈ പേരിലാണ്. അവിടെ നമ്മൾ ചെന്നാൽ ഇന്നും കാണാം സുബഹിയുടെ ശേഷവും അസറിന്റെ ശേഷവും ആടിനെ അറുത്ത് സാധുക്കളായ ആളുകൾക്ക് അന്നം കൊടുക്കുന്നു. ഈ വിനീതൻ അവിടെ പോവാൻ അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖ് ലഭിച്ചപ്പോൾ ആ വിതരണം ചെയ്യുന്ന അവിടുത്തെ നടത്തിപ്പുകാരോട് ചോദിച്ചു. ദീവാനുൽ വഖഫ് സുന്നി എന്ന് പറയുന്ന അവിടുത്തെ വഖഫുകൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പാണത്, അതിന് മേൽത്തോട്ടം വഹിക്കുന്നത്. അവർ പറഞ്ഞു, ഒരു ഇന്നും തുടങ്ങിയതല്ല, നൂറ്റാണ്ടുകളായിട്ട് തുടരുന്ന ഒരു പ്രക്രിയയാണ്. അതിനിടക്ക് അമേരിക്കൻ അധിനിവേശം ഉണ്ടായി. നിരന്തരമായി ബോംബും മിസൈലും വർഷിക്കപ്പെടുന്ന കാലമുണ്ടായി. സദ്ദാം ഹുസൈൻ കൊല്ലപ്പെടുന്ന അവസ്ഥയുണ്ടായി. രാജ്യത്ത് പലതും നശിച്ചുപോയി, പല ആചാരങ്ങളും നിന്നുപോയി. പക്ഷേ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഖാമിൽ രാവിലെയും വൈകുന്നേരവും സാധുക്കൾക്ക് അന്നം കൊടുക്കുന്ന ഏർപ്പാട് നിർത്തിവെച്ചിട്ടില്ല. അത് ഖിയാമത്ത് നാൾ വരെ തുടരാനാണ് ഞങ്ങളുടെ പദ്ധതി. അല്ലാഹു അത് നിലനിർത്തട്ടെ. ഒക്കെ നമുക്ക് വലിയ പാഠങ്ങളാണ്. എന്നെ ഞാനാക്കിയത് 3 കാര്യങ്ങളാണ്. മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കാണ്. ഒന്ന് അത്തവാദുഉ, വിനയം. ഞാൻ ആരുടെ മുമ്പിലും അഹങ്കരിച്ചിട്ടില്ല. നമിക്കിലുയരാം, നടുവിൽ തിന്നാം, നൽകുകിൽ നേടിയിടാം. വിനയമാണല്ലോ വിശ്വാസിയുടെ നയം. വസലാമത്തു സ്വദർ, എനിക്കാരോടും അസൂയയില്ല, ആരോടും പകയില്ല, ആരോടും വിദ്വേഷമില്ല. എല്ലാ മനുഷ്യന്മാരോടും എനിക്ക് ഇഷ്ടമാണ്. അതാണ് രണ്ടാമത്തെ ഗുണം. അത് ഒരുപാട് വിശദീകരിക്കേണ്ടതാണ്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തുന്നു. മൂന്നാമത്തത് റഹ്മത്തു അലാ ജമീഇൻ നാസ്, എല്ലാ മനുഷ്യരോടുമുള്ള കാരുണ്യമാണ്. ആ കാരുണ്യമാണ് നമ്മളും പകർത്തേണ്ടത്. ബഹുമാനപ്പെട്ടവരെ ഓർത്ത ഈ സദസ്സ്, ബഹുമാനപ്പെട്ടവരുടെ കുത്തുബിയ്യത്ത് പാരായണം ചെയ്ത് വളരെ ഭക്തിനിർഭരമായ ഒരു ദുആയിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ഈ സദസ്സ് അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. മൻശഉൽ ഉലമാ, ഈ വിനീതൻ വളരെ ചെറുപ്പത്തിൽ ബാല്യകാലത്ത് തന്നെ കേട്ടുവരുന്ന ഒരു മനോഹരമായ പേരാണ്. ഞാൻ ഉസ്താദിന്റെ നാട്ടുകാരനാണ്, ഉസ്താദിന്റെ കുടുംബക്കാരനാണ്. അങ്ങനെ പല രീതിയിൽ ബന്ധങ്ങളുള്ള ആളാണ്. അതുകൊണ്ടാണ് നിർത്താൻ പറഞ്ഞിട്ട് 5 മിനിറ്റ് ഞാൻ കൂടുതൽ പറയുന്നു. ആ ബന്ധത്തിന്റെ പേരിലാണ്, അതവുകേടാണെന്ന് വിചാരിക്കും. ഈ മൻശഉൽ ഉലമാ എന്ന് പറയുന്ന പേര് നമ്മൾ വളരെ ചെറുപ്പത്തിൽ തന്നെ കേട്ടുവരുന്ന ഒരു പേരാണ്. കാരണം ഞാൻ താനൂർ ഇസ്ലാഹുൽ ഉലൂം അറബി കോളേജിലേക്ക് ആദ്യമായിട്ട് കിതാബ് ഓതി തുടങ്ങുന്ന ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ ഇരുമ്പാലശ്ശേരി, ചെറുപ്പശ്ശേരി ഭാഗത്ത് വളരെ പ്രശസ്തമായ ദർസ് നടത്തുന്ന മുദരിസ. പിന്നീട് ദാറുൽ ഹുദാ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ എത്തുമ്പോൾ മഹാനായ ശൈഖുന ചെറുശ്ശേരി ഉസ്താദ് നവറല്ലാഹു മർഖദ, അല്ലാഹു അവിടുത്തെ സ്വർഗീയമായ ഉഖ്റവിയായ ദറജകൾ അനുനിമിഷം ഉയർത്തി കൊടുക്കട്ടെ. അവിടെ പഠിക്കുന്ന സമയത്ത് ദാറുൽ ഹുദായുടെ തൊട്ടടുത്തായി മൂന്നിയൂർ ചിനക്കൽ എന്ന് പറയുന്ന ദേശത്ത് ബഹുമാനപ്പെട്ടവരുടെ ദർസ് നടക്കുന്നുണ്ട്. ഇന്ന് അൽഹംദുലില്ലാഹ് ഇവിടെ ഈ വെള്ളാപ്പ് പ്രദേശത്ത് നടക്കുന്ന ഈ ദർസും ഇവിടെയുള്ള മുതഅല്ലിമീങ്ങൾ, പ്രത്യേകിച്ച് കുതുബിയത്തിന്റെ മജ്ലിസ്, ഇതൊക്കെ കാണാനും പരിചയപ്പെടാനും ഇവിടെ വരാനും അല്പനേരമാണെങ്കിലും സംസാരിക്കാനും സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും നമ്മെ അവന്റെ പൊരുത്തത്തിലായി ഒരുമിച്ച് ചേർക്കട്ടെ. എൻ്റെ വാക്കുകളിൽ എന്തെങ്കിലും കൂടുതലോ കുറവുകളോ അപമര്യാദകളോ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണമെന്ന അപേക്ഷയോടുകൂടെ നിങ്ങളുടെ വിലപ്പെട്ട ദുആകളിൽ എപ്പോഴും ഓർക്കണമേ എന്ന അഭ്യർത്ഥനയോടുകൂടെ എൻ്റെ ചെറിയ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് മനുഷ്യരി പണ്ഡിതന്മാർ എൻ്റെ സുഹൃത്തുക്കളാണ്, പലരും എൻ്റെ നാട്ടുകാരാണ്.
വണ്ടൂരും പരിസരങ്ങളിലൊക്കെ ഉള്ള ഒരുപാട് മുത്താലിമീങ്ങൾ, ഒരുപാട് ഉസ്താദുമാരൊക്കെ ഇവിടെ ഉണ്ട്. അള്ളാഹു നമ്മയൊക്കെ സ്വർഗത്തിലും ഇതുപോലെ സന്തോഷത്തോടുകൂടെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ.